ഇത് ചൂളയിൽ വെക്കുന്നത് എന്തിനാണ്? പക്ഷെ വാഴക്കുലയ്ക്ക് ഇപ്പോൾ മനസ്സിലാകില്ല. കൃഷിക്കാരനറിയാം, ഇത് നിന്നെ, വാഴക്കുലയെ, നിന്നെ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത്, മറ്റുള്ളവരാൽ ആകർഷിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്നെ ഞാൻ സ്ഥാപിക്കുന്ന ബോധ്യം, ചിന്ത കൃഷിക്കാരന് ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ ഈ കുറേ നാളുകൾ നമ്മൾ വാഴയെ പോലെ നല്ലതായിട്ട് ജീവിക്കുന്ന സന്തോഷം. പക്ഷേ ഒരു അടിക്കടി വാഴയുടെ കുല വെട്ടപ്പെടും, ചൂളയിൽ വെക്കപ്പെടും, കുഴിയെടുത്ത് കുഴിയിൽ വെക്കപ്പെടും. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയെ കാണണമെങ്കിൽ കൃഷിക്കാരനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ പദ്ധതിയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ മൂല്യം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ മാത്രമാണ് സഹനം ഒരു കൂദാശയായിട്ട് മാറുന്നത്. നമ്മുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളെ, പ്രയാസങ്ങളെ, ആകുലതകളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ സഹനങ്ങൾ കൂദാശയാകും. ഒരിക്കലും ജീവിതത്തിലെ വ്യഥകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ തളരരുത്. കയ്യിൽ തന്നെ ദൂരത്ത് എന്തിനും പരിഹാരമുണ്ട്. അവന്റെ പേരാണ്, ആ ദൂരത്തിരിക്കുന്നവന്റെ പേരാണ് ക്രിസ്തു. അവനാണ് ഇന്ന് കുരിശിൽ നമുക്കായിട്ട് മരിക്കുന്നത്, നമ്മുടെ രക്ഷയ്ക്കായിട്ട് അവൻ പീഡയേൽക്കുന്നത്. ദൈവസന്നിധി നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരൊക്കെ ഓർക്കാം. വേദനയിലായിരിക്കുന്നവർ, വ്യഥയിലായിരിക്കുന്നവർ, തളർന്നിരിക്കുന്ന എല്ലാവരെയും, ആശുപത്രികളിലൊക്കെ പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ഭവനങ്ങളിൽ ഇന്ന് ശുശ്രൂഷയ്ക്ക് വരാൻ കഴിയാതെ രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. അവരെ ഓർക്കാം. മാനസികമായി, ശാരീരികമായി വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് എന്നും ജീവിക്കുന്നവനാണ്. അവൻ നമുക്ക് വേണ്ടി ഇന്ന് കുരിശിത്തറപ്പെടുമ്പോൾ നമ്മുടെ വേദനകളെ അവൻ്റെ വേദനയോട് ചേർത്ത്, നമ്മുടെ ദുഃഖങ്ങളെ അവൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനോട് കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. 5 മിനിറ്റ് ഇടവേള. അതിനുശേഷം നമ്മൾ കുരിശിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക, ശ്രീവാവന്ദനത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു.